അങ്ങനെ ജിസേലിനെ പൊക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസും ബിഗ് ബോസിന്റെ കൂട്ടരും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഈ നട്ടപ്പാതിരാത്രിക്ക് ടോർച്ചും അടിച്ച് എന്തൊക്കെയാണ് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും ജിസേലിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. അതായത് ജിസേൽ എന്നല്ല, ഓൾമോസ്റ്റ് അവിടെയുള്ള ഈ മേക്കപ്പും അതുപോലെ ഹെയർ എക്സ്റ്റൻഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളവർ, രേണു സുധി ഫോർ എക്സാമ്പിൾ, രേണു സുധി, ഇവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്ര രൂപ കൊടുത്ത് ഇത്ര ടൈമിനകത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പൊ രേണു സുധി ലേറ്റസ്റ്റ് ആയിട്ട് ഹെയർ കൊള്ളത്തില്ല, ഹെയർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അത് രേണു സുധിയുടെ അറിവില്ലായ്മ കൊണ്ടാണ്. രേണു സുധി ബിഗ് ബോസിൽ വന്നിട്ട് ഇവർ ഈ പറഞ്ഞ റുട്ടീൻസും ഹെയറിന്റെ ഓരോ നോക്കേണ്ട കുറച്ച് രീതികളൊക്കെ ഉണ്ട്, അതൊന്നും ബിഗ് ബോസിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ചെയ്ത ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങണ്ട ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുളവായത് അതുകൊണ്ടിട്ടാണ്. രേണു സുധി രാവിലത്തെ ആ ഒരു ടൈമിൽ എണീക്കുമ്പോൾ തന്നെ രേണുവിന്റെ മുടിയൊക്കെ ഒന്ന് കാണണം, ഭയങ്കര ഫ്രിസി ഹെയർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് അവരുടെ മുടി ചെയ്തവരുടെ കുഴപ്പമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ രേണു സുധിക്ക് പറ്റാത്തതിന്റെ കുഴപ്പമാണ്. അപ്പം ജിസേലിനെ സംബന്ധിച്ചിടത്തോളം രേണുവിനെ കണക്കല്ല, രേണു കുറച്ച് മാന്യമായിട്ട് ബിഗ് ബോസ് പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്. പക്ഷെ ജിസേലിന് അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല, ആൾക്കാരെയും പേടിയൊന്നുമില്ല. ആൾക്ക് അവരുടെ ഇഷ്ടത്തിന് അവരെ എന്തൊക്കെ സംഭവിച്ചാലും താൻ ഇങ്ങനെ പറ്റാവുന്നിടത്തോളം ചെയ്യും എന്ന ഒരു കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. അപ്പോൾ ജിസേലിന്റെ കൈവശം എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മുടെ ഷാനവാസ്, ആദില, നൂറ, അനുമോള് ഇവരിന്ന് മുഴുവൻ അവിടെ അരിച്ചു പറക്കി ടിൻറ്റിട്ടതും പിന്നെ അതുപോലെ ബീട്രൂട്ട് തേച്ചു എന്ന് അവർ പറഞ്ഞ കള്ളത്തരവും ലിപ്സ്റ്റിക്ക് തേച്ചതും എല്ലാം ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതേ ചൊല്ലി അനുമോളും ജിസേലും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളോട് ജിസേൽ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല. വേറൊന്നും കൊണ്ടല്ല, കുശുമ്പെന്നും പറഞ്ഞിട്ടും പിന്നെ അതുപോലെ കുറച്ചൊക്കെ ബോഡി ഷെയ്മിങ് ഒക്കെ ജിസേലിന്റെ വായിന്ന് വരുന്നുണ്ട്. ഭയങ്കര പ്രോഗ്രസീവായിട്ട് സെൽഫ് ലവിനെ കുറിച്ചും നാർസിസിസ്റ്റിക് ബിഹേവിയർ എന്ന് അനീഷിനെയൊക്കെ പറയുന്ന ജിസേല് അനുമോളോട് കാണിക്കുന്ന ലെവല് അത് ഇത്തിരി ഓവറാണ്. പിന്നെ ഈ പറഞ്ഞ നാർസിസിസ്റ്റിക് ബിഹേവിയർ എന്ന് ഞാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് വെച്ചാൽ അത് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഈ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ കേട്ട് കാണും. അത് സെൽഫ് ലവ് അല്ല, പകരം ഭയങ്കരമായിട്ട് സെൽഫായിട്ടുള്ള ഒരു സെൽഫ് സെൻട്രിക് ആയിട്ട് എനിക്ക് മാത്രം, എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ തിരിച്ച്, അങ്ങനെ ഭയങ്കരമായിട്ട് വരുന്ന അതൊരു ബിഹേവിയറൽ പ്രോബ്ലമാണ്. അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെയുള്ള ഒരു സംഭവമാണ്. സൈക്കോളജിക്കലി പറയാൻ എനിക്ക് അധികം ആധികാരികമായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് മാറ്റാം. പകരം ഇത്തരത്തിൽ ജിസേൽ സംസാരിക്കുമ്പോൾ ജിസേലിനെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തരത്തിലല്ലേ? ജിസേൽ ഒരുങ്ങിയേ എപ്പോഴും കാണുന്നുള്ളൂ, ജിസേലിനെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ലെവലിലേ സംസാരിക്കുന്നുള്ളൂ, ബിഹേവിയർ എല്ലാം അങ്ങനെയാണ്. അപ്പൊ അനീഷിനെ പറയാനും അവിടെ ജിസേലിന് ഒരു വകുപ്പും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ അനുമോളെ കുറ്റം പറയുന്നതിനകത്തും വലിയ ഇതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ, എന്തായാലും ശരി, ഈ ബിഗ് ബോസിനെ തന്നെ എതിർക്കുന്നതിന് തുല്യമായിട്ടാണ് ജിസേൽ അത് കാണിച്ചത്. അത് വളരെ ഫണ്ണായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫണ്ണായിട്ട് അവിടെ നമ്മൾ കാണുന്ന നെവിൻ്റെ കുറച്ച് കട്ടെടുക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി തിന്നുക, പിന്നെ കുറച്ചധികം മിസ്ബിഹേവിയർ ആയിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ നെവിൻ ഉണ്ടെങ്കിലും അത് ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കുറച്ചൊക്കെ ഫണ്ണി ആയിട്ട് തന്നെയാണ് അത് ബിഗ് ബോസും കാണുന്നത്, ബിക്കോസ് ഓഫ് ദ ട്രോൾസ്. പിന്നെ ജിസേലിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എന്താണെങ്കിലും ലാലേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക്, ലാലേട്ടൻ പറഞ്ഞത് വിലക്കി, അത് മാത്രമല്ല ബോക്സ് എല്ലാം തിരിച്ചയക്കും, ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ജിസേൽ ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ ഒന്നും ഇല്ലാത്ത കണക്ക് 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും ആ ഒരു ചൂടിലേക്ക് വരുന്നില്ല. ബിഗ് ബോസ് കറക്റ്റായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ചൂടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നന്നായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ നന്നായിട്ട് കടുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാവരും ഒരു ടാസ്ക് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് ബഹളം വെക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാലും റിപ്പീറ്റ് എടുക്കേണ്ടി വരും. അവർക്ക് തന്നെ ബിഗ് ബോസ് പറയുന്നത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ അവരൊക്കെ മൈക്ക് യൂസ് ചെയ്യുന്നത്, ഓൾവേസ് ബിഗ് ബോസ് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഒരാളെ പേര് വിളിച്ചിട്ട് നെവിൻ മൈക്ക് നല്ലോണം വെക്ക്, രേണു മൈക്ക് വെക്ക്, ഇങ്ങനെ പേര് വിളിച്ച് മൈക്ക് വെക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ മൈക്കിന്റെ ബാഗിനകത്ത് ഒന്നും എടുത്ത് വെക്കരുത്, എസ്പെഷ്യലി നെവിനോട് അത് പറയുകയാണ്. നെവിനാണെങ്കിൽ ആ അടുക്കളയിൽ നിന്ന് തക്കാളിയൊക്കെ മോഷ്ടിച്ചിട്ട് മൈക്കിന്റെ ബാഗിനകത്ത് എടുത്തു വെക്കും. പിന്നെ അതുപോലെ ഈ പറയുന്ന ഈ ജിസേലൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക്കും അതും ഇതുമൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് മോഷ്ടിച്ചെടുത്ത് അതും മൈക്കിന്റെ ബാഗിനകത്താണ് വിൽക്കുന്നത്. പിന്നെ ഇവരാരും ബാറ്ററി കറക്റ്റായിട്ട് മാറണം എന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ലൈറ്റിന്റെ മുകളിൽ കൊണ്ടുപോയി ടവലിടുക, പിന്നെ ഈ പറഞ്ഞ തത്തമ്മയുടെ മുകളിൽ കൊണ്ടുപോയി ഓരോ അണ്ടർ ഗാർമെന്റ്സ് ഇടുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസ് ഈ ഒരു സീസണിൽ ഇങ്ങനെ കാണുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജാസ്മിൻ മൂക്കിക്കൈയിട്ടു എന്നൊക്കെ പറഞ്ഞു വരുന്നതിനെക്കാട്ടിയൊക്കെ മോശമായിട്ടാണ് എനിക്കിത് തോന്നിയത്.
മറ്റേത് ശരിക്കും പറഞ്ഞാൽ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ആരൊക്കെയോ എടുത്ത് അത് സൂം ചെയ്ത് കാണിച്ച് അതൊക്കെ കൊണ്ടിട്ട് സംഭവിച്ചതാണെന്ന് തോന്നുന്നു. ഏതായാലും ജിസേലിന്റെ കളി ഇന്നത്തോടെ അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ ലൈവിൽ കണ്ടുകൊണ്ട് തുടങ്ങാം. നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പോയേച്ചും വരാം. ബൈ.